സർ, എൽ.ഡി.എഫിൽ നിന്ന് ഘടകകക്ഷികളൊക്കെ വിട്ടുപോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ആർ.ജെ.ഡി. ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു കൂടുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സി.പി.എമ്മിന് അല്ലെങ്കിൽ എൽ.ഡി.എഫിനെ ബാധിക്കുമോ? വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്ങനെയാണത് സംഭവിക്കുക? അത് കൂടുതൽ പ്രശ്നമാകുമോ? എൽ.ഡി.എഫിനെ ബാധിക്കുമോ? എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്? കാലങ്ങളായിട്ട് നമുക്കറിയാം കേരളത്തില് ഈ രണ്ട് മുന്നണികൾ മാത്രമേ ഉള്ളൂ. ഇന്ന് എൽ ഡി എഫും യു ഡി എഫും, നാമമാത്രമായിട്ട് ബി ജെ പി. ഇപ്പൊ ബി ജെ പിക്ക് അകത്ത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വരെ പരിശോധിക്കുമ്പോൾ 20% സീറ്റ്, അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അതൊരു 16-13 സീറ്റ്, അവരും ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് വരുന്നുണ്ട്. അടുത്ത ഇലക്ഷന് അവരുടെ സമ്മർദ്ദം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്കറിയത്തില്ല. അപ്പം മൂന്ന് മുന്നണികൾ വരാം. ബി ജെ പിയുടെ നേരത്തെ എൻ ഡി എ, അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ്. എന്നാലും പ്രധാനപ്പെട്ട നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന, അല്ല നമ്മളെ ഇപ്പോഴും കേരളത്തിൽ ഞാൻ ഉൾപ്പെടെ, അല്ലെ പ്രീത ഉൾപ്പെടെ ഉള്ളവർ കൺസിഡർ ചെയ്തേക്കുന്നത് എങ്ങനെ? എൽ ഡി എഫ് യു ഡി എഫ് ഇവർ തമ്മിലാണ് മത്സരം. അപ്പൊ അതിനകത്ത് ഒരു ഘടകകക്ഷികൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ അത് ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെ എന്താണ്, എൽ ഡി എഫിന്റെ അകത്ത് നിന്ന് ഒരു മുന്നണി യു ഡി എഫിലേക്ക് പോകുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം യു ഡി എഫിനായിരിക്കുമോ മുൻതൂക്കം? അവർ അധികാരത്തിൽ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഘടകകക്ഷികൾ എന്ന് പറയുന്ന മെയിൻ പാർട്ടികളെ ആശ്രയിച്ച് നിൽക്കുന്നു. ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയിലേക്ക് പലപ്പോഴായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടി, അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതും അത്തരത്തിൽ ഉള്ള ഒരു സ്വഭാവമുള്ളതുമായതുകൊണ്ട് ജയിക്കാൻ സാധ്യത ഉള്ളിടത്തേക്ക് മറുകണ്ഠം ചാടുന്ന ഒരു പ്രവണത പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ടെന്നുള്ള വിചാരിക്കുന്നത്. ഇപ്പൊ ചോദിക്കുന്നത് എന്താണ് എൽ ഡി എഫിൽ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ ആർ ജെ ഡി പോകുന്നത്, വീരേന്ദ്രകുമാറിന്റെ മകനായിട്ടുള്ള ശ്രേയംസ് കുമാർ പോകുന്നത്, അപ്പൊ അടുത്ത പ്രാവശ്യം യു ഡി എഫ് ആണോ അധികാരത്തിൽ വരാൻ സാധ്യത എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഘടകകക്ഷികൾ, അല്ലെങ്കിൽ യു ഡി എഫ്, എൽ ഡി എഫ്, അതിനകത്ത് എൽ ഡി എഫിനകത്ത് സി പി ഐ പ്രധാനമായിട്ടുണ്ട്. ഈ പറയുന്ന വേറെ ചില ചെറു പാർട്ടികൾ അതിനകത്തൊന്നാണ് ആർ ജെ ഡി എന്ന് പറയുന്നത്. സി പി എം ആണ് മെയിൻ പാർട്ടി. ഈ പാർട്ടിക്ക് ഇവരുടെ സ്വാധീനം കൊണ്ട് മാത്രം ബാക്കിയുള്ളവർ കുറച്ചു വരുന്ന വോട്ടുകൾ ഉൾപ്പെടെയുള്ളത് മേടിച്ചെടുത്ത് ജയിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ യു ഡി എഫിനകത്ത് ഇപ്പൊ ആ അവസ്ഥയല്ല. പണ്ട് പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള പാർട്ടികൾ ജയിച്ചു പോകുന്നു. പക്ഷെ അതിനകത്ത് പിന്നെ കാലക്രമേണ ആ പാർട്ടിയെ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ഇല്ലായ്മയാവുകയും, ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി മരിക്കുന്നതിന് മുതലേ അവരുടെ കയ്യിൽ ഒരു പ്രവേശനമാവുകയും, ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് ഒരു മുഖ്യമായ പ്രദേശം അവരുടെ സ്വാധീനത്തിലാവുകയും, അവർക്ക് കൃത്യമായും വ്യക്തമായിട്ടും പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും എണ്ണംപെട്ട എം എൽ എമാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയും ഒക്കെ ആയിട്ട് യു ഡി എഫിന് അകത്ത് നിൽക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. അപ്പൊ മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ കേൾക്കുന്ന, എൽ ഡി എഫിനെ അപേക്ഷിച്ച് മുസ്ലിം ലീഗിന് കോൺഗ്രസിന്, മുസ്ലിം ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കോൺഗ്രസ് ആയിട്ട് വരേണ്ട ഒരു അവസ്ഥ ഇപ്പം യു ഡി എഫിനകത്തുണ്ട്. അത് അവിടെ നിൽക്കുന്നത്. പക്ഷെ എൽ ഡി എഫിനകത്ത് അങ്ങനെയല്ല. വലിയേട്ടൻ സി പി എം തന്നെ. സി പി എം ഇല്ലാതെ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. അപ്പം ഇതിനകത്ത് നിന്ന് ഒരു പാർട്ടി, ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി, ശ്രേയംസ് കുമാർ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന പാർട്ടി, ആ പാർട്ടി അപ്പുറത്ത് പോയാൽ ഒരു പക്ഷേ അതിനകത്ത് നേട്ടം യു ഡി എഫിന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ സി പി എം, അല്ലെങ്കിൽ ഈ പറയുന്ന എൽ ഡി എഫിന് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്തിയാൽ ഒരു കോട്ടവും എൽ ഡി എഫിന് സംഭവിക്കത്തില്ല. ഒരു നേട്ടവും ഈ പറയുന്ന യു ഡി എഫിന് കിട്ടത്തുമില്ല. കാരണം യു ഡി എഫിന് കിട്ടത്തില്ല. പിന്നെ അവർക്ക് ഇതൊന്നും അറിയത്തില്ല, എന്തോ എന്നുള്ള കാര്യം അറിയത്തില്ല. ആരെങ്കിലും ഒക്കെ വന്ന് എങ്ങനെയും ഒക്കെ ജയിച്ച് അടുത്ത പ്രാവശ്യം ഒരു അധികാരത്തിൽ വന്ന് മന്ത്രിയാവുകയും അല്ലെങ്കിൽ ഈ പിടിച്ചു നിൽക്കുകയൊക്കെ വേണം. ഇതിന് ശേഷം ഈ സാധനം ഉണ്ടോ, കോൺഗ്രസ് ഉണ്ടോ എന്നൊക്കെ പറവോ ഇസായൊക്കെ, വി ഡി സതീശൻ ഇപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പുള്ളി ഒരു 80 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ കോൺഗ്രസ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ പെൻഷൻ മേടിച്ചിരിക്കാം. അതിന് ശേഷം കോൺഗ്രസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം പുള്ളിക്ക് ബേജാറാവേണ്ട കാര്യം. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പൊ പുള്ളിക്കും ഉണ്ട് 68-70 വയസ്സ്. പുള്ളിക്ക് ഇതിന് ശേഷം കോൺഗ്രസ് ഉണ്ടോ എന്നുള്ള കാര്യം ഈ പറയുന്ന മുരളീധരനും കാണത്തില്ല. അതിപ്പോ ബാക്കിയുള്ള പാർട്ടിക്കകത്തും ഒന്നും കാണത്തില്ല. അത്തരത്തിൽ നാളെ എനിക്ക് ശേഷവും കോൺഗ്രസ് ഉണ്ടാവണേ, ഈ കോൺഗ്രസ് ഈ ഭൂമിയുള്ളിടത്തോളം കാലം ഉണ്ടാവണേ എന്നൊക്കെയുള്ള വിചാരമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ വന്നോട്ട്, ശ്രേയംസ് കുമാർ വന്നോട്ടെന്ന് വിചാരിക്കും. ശ്രേയംസ് കുമാർ വന്നാൽ ഒന്നും സംഭവിക്കാനില്ല, അറിയാമല്ലോ. ശ്രേയംസ് കുമാറിനെ ഈ പാർട്ടിക്കകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഘടകകക്ഷി ആയതുകൊണ്ട് അദ്ദേഹം ചോദിച്ച ഒരു സീറ്റ്, കൽപ്പറ്റ സീറ്റ്, അദ്ദേഹത്തിന്റെ പ്രദേശമായിട്ടുള്ള ആ സീറ്റിൽ സി പി എമ്മിന് ഈ പറയുന്ന സ്വാധീനം ഇല്ലാഞ്ഞതൊക്കെ പോലും ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാലുകച്ചവടക്കാരനായിട്ടുള്ള, സാധാരണക്കാരനായിട്ടുള്ള, പലവട്ടം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന, ദേഹം മൊത്തം പാണ്ടുള്ള ഒരു ചെരുപ്പിടാൻ നടക്കുന്ന ഒരു സാധാരണ സി പി എംകാരൻ,
ആ CPF-കാരൻ അവിടെ നിൽക്കുമ്പോൾ ജനം അദ്ദേഹത്തെ ആവേശത്തോടു കൂടി എടുത്തെടുത്തു, MLA ആക്കി. ഈ പ്രാവശ്യം അദ്ദേഹം അവിടെ നിന്നായിരുന്നെങ്കിൽ ജനകീയ MLA എന്നുള്ള രീതിയിൽ CPM-ന് കിട്ടേണ്ട സീറ്റ്, ആ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ പിണറായി സർക്കാരിന് അധികാരത്തിൽ വരുന്നതിനെക്കാട്ടി കൂടുതൽ സീറ്റ് പിടിച്ച് അധികാരത്തിൽ വന്നപ്പോഴും സിറ്റിംഗ് സീറ്റ് ശ്രേയം സുകുമാറിന് കൊടുത്തത് കൊണ്ട് വിട്ടുപോയ ഈ വയനാട് അല്ലെങ്കിൽ കൽപ്പറ്റ സീറ്റ്, മനസ്സിലായി? ആ സീറ്റ് ശശീന്ദ്രന്റെ കയ്യിലായിരുന്നു ജയിച്ചത്. ഇപ്പൊ ശ്രേയം കുമാർ വന്നതോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി. അതുപോലെ ഇപ്പൊ KP മോഹൻ എന്ന് പറയുന്ന ഒരു സീറ്റ്, ഒരു MLA മാത്രമാണ് ഇവർക്കുള്ളത്. അതെവിടെ? നമ്മൾ കൊടുത്തത് കൂത്തുപറമ്പിലാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനല്ല, CPM കൊടുത്തത്. CPM-ന് അവിടെ ഞാൻ പറയുമ്പോൾ 70% CPM-കാർ മാത്രമുള്ള മണ്ഡലമാണ്. 70% CPM. 100 പേരെ എടുത്താൽ 70 CPM-ആ. അവിടെ ആ സീറ്റ് കൊടുത്തുകൊണ്ട് CPM-ന്റെ കെയർ ഓഫ് ജയിച്ചിരിക്കുക മോഹൻ. അറിയാം, ഒരു MLA ഉള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് പോയാൽ ഈ 3 സീറ്റ് എങ്ങാണ്ട്, അല്ലെങ്കിൽ 2 സീറ്റ് അല്ലെങ്കിൽ 3 സീറ്റ് എങ്ങാണ്ടാ കൊടുത്തിരിക്കുന്നത്. ആ 2 സീറ്റും ഒക്കെ മേടിക്കുമല്ലോ. ഇത് രണ്ടും പാർട്ടി ചിഹ്നത്തിൽ അവർക്ക് ജയിച്ചു വരാം, അവർക്കൊന്നും സംഭവിക്കാനില്ല. പണ്ട് വീരേന്ദ്രകുമാർ ഇരുന്ന കാലത്ത് കണ്ണൂരിലെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു, കുറച്ച് പ്രദേശങ്ങളിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് വോട്ടുണ്ട്, അല്ലെ ചില നിയമസഭാ മണ്ഡലങ്ങളൊക്കെ 10,000 വീതം വോട്ടുണ്ട്. അതിനുശേഷം ഈ വയനാട്ടിൽ കുറെ ഇടത്തുണ്ടായിരുന്നു, പിന്നെ കോഴിക്കോട് ചിലയിടത്തുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹം വന്നതിന് ശേഷം അറിയാമല്ലോ, വീരേന്ദ്രകുമാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചുപോയി. നല്ല നേതാവായിരുന്നു, ചർച്ച ചെയ്യപ്പെട്ട നേതാവായിരുന്നു, എഴുത്തുകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു, അല്ലെങ്കിൽ നല്ല ആളായിരുന്നു, എല്ലാവരും അംഗീകരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഈ പിണറായി വിജയന്റെ കൂടെ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെ പാരമ്പര്യമുള്ള ആളാണ്. അന്ന് ഞാൻ പറയുമായിരുന്നു, വീരേന്ദ്രകുമാറിന്റെ മോനോട് എന്ന് ഫോട്ടോ എടുക്കും. ഈ വീരേന്ദ്രകുമാറിന്റെ മകനും വീരേന്ദ്രകുമാരോട് നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഈ പറയുന്ന രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ വെളിയിൽ വരുമ്പോൾ ഞാൻ അന്ന് ഈ പലപ്പോഴും തമാശയ്ക്ക് രൂപേണ ചോദിക്കും, ഇതിനകത്ത് ആരാ അച്ഛനും മകനും? സത്യം പറഞ്ഞത് വീരേന്ദ്രകുമാറിനെ അന്ന് കണ്ടാലും 80 വയസ്സുള്ളപ്പോൾ കണ്ടാലും, അല്ലെങ്കിൽ കാലം അത്രയും നമ്മൾ കാണുമ്പോൾ വളരെ സുമുഖനായിട്ടുള്ള, നല്ല എനർജറ്റിക് ആയിട്ടുള്ള, ഇപ്പൊ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ കൂട്ട് അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വരവ് കണ്ടില്ലേ? പുള്ളിയുടെ മോന്റെ ഒരു വരവ് നിങ്ങൾ കണ്ടോ? അല്ല, വെള്ളാപ്പള്ളിയുടെ മകൻ അത്ര മോശമല്ല, എന്നാലും വെള്ളാപ്പള്ളിയോട് തൊല്ലഞ്ചാൻ പറ്റില്ല. അതുപോലെ ഒരു ചത്ത സാധനം, ചത്ത കുതിയ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഈ ശ്രേയം കുമാർ. ശ്രദ്ധിച്ചാൽ മതി. ഒരു മീച്ചയൊക്കെ വെച്ച് ജയിക്കത്തൊന്നുമില്ല, ഒരു രാഷ്ട്രീയമില്ല. തന്തയുടെ ഗൗറോഫിയ പത്രം ഒരു പരുവത്തിനകത്ത് ഒരു 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 ഏകദേശം ഒരു പരിശോധിക്കും പറയാം. പല മാതൃഭൂമിയുടെ ഒരു ഗെറ്റപ്പും ഇപ്പോഴത്തെ മാതൃഭൂമിയുടെ ആൾക്കാരുടെ ഇടയിലുള്ള അംഗീകാരം ഒക്കെ അറിയാം. പത്രം ഒരു പരുവത്തിലാക്കി പുള്ളിയുടെ കയ്യിലെ മരിച്ചതിന് ശേഷം കൊടുത്തിട്ട് പോയി. സ്വത്ത് സമ്പത്തും ഒക്കെ കൊടുത്തിട്ട് പോയത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, അത് നമുക്ക് പരിശോധിക്കാം. ഏതായാലും പത്രം ഒരു പരുവത്തിലാക്കി ഈ രാഷ്ട്രീയ പാർട്ടി പുള്ളി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതും ഏതാണ് അടുത്ത പ്രാവശ്യത്തേത് ഈ CPM-ന്റെ സ്വഭാവം അറിയാലോ, ഇയാൾ പോന്നേ പോട്ടെന്നുള്ള കാര്യം. നിക്കണേ, അയ്യോ നിക്കില്ല, പോലെ അച്ഛാന്ന് ശ്രീനിവാസന്റെ അടുത്തില്ല പിള്ളേർ സിനിമയ്ക്കകത്ത് പറഞ്ഞോളൂ. CPM പറയാൻ സാധ്യതയില്ല. ഇദ്ദേഹം പോന്നേ അങ്ങ് പോട്ടെ. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. വളരെ കൃത്യമായ പൊളിറ്റിക്സ് ആണ് പറയുന്നത്. RJD എന്ന് പറയുന്ന പാർട്ടി CPM-ന്റെ ഘടകകക്ഷിയായിട്ട് നിന്നിട്ട് CPM-നകത്ത് നിന്ന് പോവുകയാണെങ്കിൽ CPM-ന് ഇപ്പൊ കിട്ടാത്ത 2 സീറ്റ് അവരുടെ കെയർ ഓഫിൽ, അവരുടെ ചിഹ്നത്തിൽ കിട്ടും. ഈ KP മോഹൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ MLA ഈ പറയുന്ന ശ്രേയം കുമാർ എന്നതിന്റെ പാർട്ടിയുടെ കൂടെ പോത്തുമില്ല, ശ്രേയം കുമാറിന്റെ കൂടെ പോത്തുമില്ല. ഇതാണ് സംഭവിക്കുക. അപ്പം ഈ പറയുന്ന കോളുകളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ വെളിയിൽ ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളും മനോരമ പോലുള്ള പത്രങ്ങളും ഒക്കെ എഴുതാൻ പോകുന്നത് യഥാർത്ഥത്തെ അങ്ങ് മറച്ചു നോക്കും. കണ്ടോ, LDF എന്ന് പറയുന്നത് തിരപ്പോട്ട് പോകുന്നു, അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള ശ്രേയം കുമാറും ടീം UDF-ലേക്ക്. അപ്പൊ സാധാരണ കേൾക്കുന്നവരൊക്കെ വിചാരിക്കുന്നത് ശ്രേയം കുമാറിന്റെ കയ്യിലായിട്ട് വലിയ സാധാരണ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ വലിയൊരു പാർട്ടിയാണ്, ഇത് ഇളകി പോകുമ്പോഴത്തേന് ഈ പറയുന്ന LDF-ന്റെയും CPM-ന്റെയും ഒക്കെ ഒരു ഭാവം കൊണ്ട് ഇളകി പോകുന്നുള്ളൂ. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. അപ്പം പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ടുള്ള മാണിയെ ഉൾപ്പെടെയുള്ളവരെ ഇളക്കാൻ ശ്രമിക്കുന്നത്. മാണി പറയുന്ന പോലെ അദ്ദേഹം ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ കൊച്ചുമോനായിട്ടൊന്നും അല്ല CPM-നകത്ത് ഇപ്പോഴും നിൽക്കുന്നത്. നാളെ കാലത്ത് CPM-നകത്ത് നിന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, അല്ലെങ്കിൽ UDF-നകത്ത് പോകുന്നതാണ് ഇതിനകത്ത് നിൽക്കുന്നതിനെക്കാട്ടി നേട്ടം എന്ന് മാണിച്ചായന്റെ മകൻ അല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് തോന്നിയാൽ, കൊട ഇരിക്കുന്ന CPM ഓഫീസിനകത്ത് പുള്ളി കൊടയും കൊണ്ടാ വന്നെങ്കിൽ ആ കൊട പോലും അവിടുന്ന് എടുക്കാതെ ഒറ്റ പിടിയിൽ വിടും. അത്രയ്ക്കുള്ള ആദർശമൊക്കെ ഉള്ളൂ കേരള കോൺഗ്രസിനും അല്ലെങ്കിൽ മാണിച്ചായന്റെ പോകുന്നതൊക്കെ. അപ്പൊ ഇവര് ശ്രമിച്ചിട്ട് പോലും ഇതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യവും ഒരു സാധ്യത LDF-നാണ് UDF-നെ കാട്ടിൽ ഉള്ളത് എന്നുള്ളത് കണ്ടാ നിൽക്കുന്നത്. അല്ല സ്നേഹം കൊണ്ടൊന്നുമല്ല, പിണറായിയുടെ അമ്മാവന്റെ പോലും ഒന്നും അല്ല മാണിച്ചാനെ ജോസ് കെ മാണി അല്ലെങ്കിൽ ജോസ് കെ മാണിയെ കൊണ്ടുപോകാൻ വേണ്ടി വളരെ ശ്രമം നടത്തുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലേക്കുള്ള, അപ്പൊ RJD പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് CPM തടയാൻ സാധ്യതയില്ല. CPM-ന് അടുത്ത പ്രാവശ്യം കൽപ്പറ്റ സീറ്റ് ഉൾപ്പെടെ, ഈ കൽപ്പറ്റയിൽ ഇദ്ദേഹം ശ്രേയം കുമാർ മത്സരിക്കാൻ പോവാ. അദ്ദേഹം പറഞ്ഞേക്കുന്ന ഞാൻ അറിഞ്ഞ ശരിയാണെങ്കിൽ ഞാൻ അതിനകത്ത് വരും,
അതിനകത്ത് എനിക്ക് സീറ്റ് തരണം, അത് കൽപ്പറ്റയിൽ തന്നെ വേണം, കൽപ്പറ്റയിൽ മത്സരിച്ച് ഞാൻ ജയിക്കും, അന്നേരം എനിക്കൊരു മന്ത്രിസ്ഥാനം വേണം. ഈ മണ്ടം പറയേണ്ട, കൽപ്പറ്റയിൽ നിന്ന് മാറിയാൽ മതി, അവിടെ ശശീന്ദ്രൻ ആയിരിക്കും CPM-ന്റെ സ്ഥാനാർത്ഥി, ഏതെങ്കിലും ഒരു ജയിക്കുന്ന സീറ്റ് എനിക്ക് തരണം, ഞാൻ വരാം. മുസ്ലിം ലീഗിന്റെ കയ്യിലൊക്കെ ജയിക്കുന്ന സീറ്റുകൾ അവിടെ നിർത്തി ജയിപ്പിച്ചിട്ട് അടുത്ത പ്രാവശ്യം അന്നേരം ഈ പറയുന്ന പോലെ എങ്ങനെയും അങ്ങ് അധികാരത്തിൽ പുള്ളി പറയുന്ന പോലെ അങ്ങ് വരുവാണെങ്കിൽ ഒരു മന്ത്രിയൊക്കെ ആകാം. ഇപ്പം UDF അധികാരത്തിൽ വരാൻ വേണ്ടി നിൽക്കുകയാണ്, കൽപ്പറ്റയിലാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. ഈ ഫ്രഞ്ച് അല്ലെ, മുഖത്ത് ജെട്ടിയിട്ട പോലുള്ള ഒരു മീശയൊക്കെ വെച്ചോണ്ട് നിന്നാലൊന്നും ആരും വോട്ട് ചെയ്യത്തൊന്നുമില്ല, യാതൊരു രക്ഷയുമില്ല. അപ്പം കണ്ടിട്ടില്ലേ പുള്ളിയുടെ മീശയൊക്കെ ഉണ്ടോന്ന്, ഞാനീ പറഞ്ഞത് ശരിയാണോ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ മതി. അപ്പം ആരും വോട്ട് ചെയ്യത്തൊന്നുമില്ല, അത്ര ജനകീയനും ഒന്നുമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ LDF-ന് ഒന്നും സംഭവിക്കത്തില്ല. ഈ പറയുന്ന RJD അതിനകത്തു നിന്ന് പോയാൽ UDF-ന് ഒരു നേട്ടവും ഉണ്ടാകത്തില്ല, ഒരു നേട്ടവും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കാൻ ഉള്ള കരുത്തുള്ള നേതാക്കന്മാർ ഇപ്പൊ UDF-ൽ ഇല്ല. അതാണ് ഇത്തരത്തിലുള്ള പാർട്ടികളെ അതിനകത്തോട്ട് കൊണ്ടുപോകാനും അവരുടെ സിറ്റിംഗ് സീറ്റുകൾ കളയാനും ഉള്ള ഒരു ശ്രമം നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്ഥാനമോഹികളായിട്ടുള്ള നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടിക്കളിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചാട്ടം RJD നേതാവായിട്ടുള്ള ശ്രേയാംസ് കുമാർ ഈ ചാടി പോകുമ്പോൾ UDF അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു ചോദ്യം പോലും അവിടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ചാടി പോകുന്നത് എന്നുള്ളത് അദ്ദേഹം സത്യത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളത് കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. നന്ദി സർ.